ലൈവ് എല്ലാ പ്രേക്ഷകർക്കും വാസുകി ടോക്സ് ലൈവ് സ്ട്രീമിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീരാമ ഭക്തനായ ഹനുമാനും ശ്രീരാമ ലക്ഷ്മണന്മാരും ആദ്യമായിട്ട് എവിടെയാണ് കണ്ടുമുട്ടിയത്, അതിനുശേഷം ശ്രീരാമ ദൂതനായി തന്നെ ഹനുമാൻ മാറുകയും അങ്ങനെ രാമരാവണ യുദ്ധത്തിന്റെ ഒരു അന്ത്യഘട്ടത്തിൽ ഹനുമാന് ഒരു ഘോര രൂപം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. എന്തിനായിരുന്നു ആ രൂപം? ഏതായിരുന്നു ആ രൂപം? അതിലോട്ട് നമ്മൾക്ക് എത്തണമെങ്കിൽ എവിടെ വെച്ചാണ് ആദ്യമായി ശ്രീരാമ ലക്ഷ്മണന്മാർ ഹനുമാനെ കണ്ടത് എന്ന് നമുക്ക് അറിയണം. 14 വർഷത്തെ വനവാസത്തിന് പോയ സീത രാമ ലക്ഷ്മണന്മാർ അങ്ങനെ സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതാദേവിയെ തേടി അങ്ങനെ പമ്പ നദീ തീരത്ത് എത്തി. വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡം പറയുന്നത് അതിന് അടുത്തു തന്നെ ആയിരുന്നത്രേ ഋഷ്യമുഖ പർവ്വതം. അവിടെ സുഗ്രീവൻ തന്റെ സൈന്യവുമൊത്ത് വസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവ ചൈതന്യമുള്ള രണ്ടുപേർ മര ഊരി ഉടുത്ത് ആ പമ്പാസരസ് തീരത്ത് നടക്കുന്നതായി അയാൾക്ക് അറിയുവാൻ കഴിഞ്ഞു. ആ നേരം അയാളുടെ സഹോദരനായ ബാലിയുമായി വലിയ ഒരു ശത്രുതയിലായിരുന്നു. ബാലി തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വിട്ടതാണോ അവർ എന്ന് പോലും അയാൾ ശങ്കിക്കുകയും അങ്ങനെ ഹനുമാനെ വിളിച്ചു വരുത്തി മുനിയുടെ വേഷത്തിൽ ചെന്ന് അവർ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടുവരുവാൻ പറഞ്ഞു. അങ്ങനെ സുഗ്രീവന്റെ കൽപ്പന മാനിച്ച് ഹനുമാൻ ആ പമ്പാ നദീ തീരത്ത് ഒരു ഋഷിയുടെ രൂപത്തിൽ പോയി അവിടെ രാമലക്ഷ്മണന്മാരെ കാണുകയും താൻ ഇവിടെ അനേക കാലമായി തപസ് ചെയ്യുന്നുണ്ടെന്നും ഇതിനു മുമ്പ് ഈ വനത്തിൽ കണ്ടിട്ടില്ലല്ലോ, ദേവചൈതന്യമുള്ള നിങ്ങൾ ആരാണ് എന്ന് അന്വേഷിച്ചു. ഹനുമാന്റെ ഈ ചോദ്യത്തിന് അവർ ദശരഥ പുത്രന്മാരാണെന്നും പിതാവിന്റെ വാക്കു പാലിക്കാനായി 14 വർഷത്തെ വനവാസത്തിന് എത്തിയതാണെന്നും അതിനിടയിൽ രാമപത്നിയായ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയതാണെന്നും ആ സീതമ്മയെ അന്വേഷിച്ചാണ് അവർ ഇവിടെ എത്തിയതെന്നും പറഞ്ഞു. അങ്ങനെ ഇവരുടെ വാക്കുകൾ കേട്ട് അത്യന്തം ഭക്തിയും ബഹുമാനവും തോന്നിയ ഹനുമാൻ അപ്പോൾ തന്നെ ആ ഋഷിയുടെ രൂപം വെടിഞ്ഞ് തന്റെ സത്യമായ സ്വരൂപം കാണിക്കുകയും അങ്ങനെ സുഗ്രീവ കൽപ്പന മാനിച്ചാണ് താൻ ഇവിടെ എത്തിയതെന്നും അങ്ങനെ ആ ഭാഗത്തിലെ രാജാവായ കിഷ്കിന്ധായുടെ അപ്പോഴത്തെ ആ രാജാവായ സുഗ്രീവന്റെ സദസ്സിലേക്ക് അവർ വരണമെന്നും അങ്ങനെ ക്ഷണിക്കുകയും അനന്തരം ആ ക്ഷണം സ്വീകരിച്ച് രാമലക്ഷ്മണന്മാർ ഹനുമാനോടൊത്ത് സുഗ്രീവന്റെ അടുക്കലെത്തി. അങ്ങനെ സുഗ്രീവനോട് ഇവർ ആരാണെന്ന കാര്യം ഹനുമാൻ പറയുകയും അവർ വലിയൊരു പ്രശ്നത്തിലാണെന്നും പറ്റിയാൽ അങ്ങ് അവരെ സഹായിക്കണമെന്നും പറഞ്ഞു. അപ്പോഴാണ് സുഗ്രീവൻ ശ്രീരാമനോട് ഒരു കാര്യം പറഞ്ഞത്. കുറേയേറെ നാളുകളായി ഞാൻ ഈ പർവ്വതത്തിൽ തന്നെയാണ് വസിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആകാശമാർഗത്തിൽ ഒരു രാക്ഷസൻ ഒരു പാവമായ ഒരു സ്ത്രീയെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് കാണുകയും ആ സ്ത്രീ അവരുടെ ചില ആഭരണങ്ങളും മേൽ വസ്ത്രവും ഉപേക്ഷിക്കുന്നതായും കണ്ടു. അത് ഇവിടെ ഈ പർവ്വതത്തിലാണ് വന്ന് വീണത്. ഇനി എപ്പോഴെങ്കിലും അവരെ കണ്ടാലോ ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാലോ അവരെ ഏൽപ്പിക്കാം എന്ന് വെച്ച് ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അങ്ങയുടെ പത്നിയുടെ ആഭരണങ്ങളാണോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടത് കാണിച്ചു. അമ്മയുടെ മാല, വള, മൂക്കുത്തി, അങ്ങനെ കാലിലെ പാദസരം, മിഞ്ചി, അങ്ങനെ പല ആഭരണങ്ങൾ അതിലുണ്ടായിരുന്നു. രാമനും ലക്ഷ്മണനും അത് കണ്ടപ്പോൾ രാമൻ വല്ലാതെ ദുഃഖിക്കുകയും ലക്ഷ്മണ, ഇത് എപ്പോഴെങ്കിലും നീ സീതയിൽ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഈ ഭഗവതി മുകളിൽ ധരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും താൻ കണ്ടിട്ടില്ലെന്നും ചേട്ടത്തി അമ്മയെ താൻ എന്നും വണങ്ങി ആ പാദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ ഈ പാദസരം താൻ കണ്ടിട്ടുണ്ടെന്നും അത് മാത്രമേ ഈ ആഭരണങ്ങളിൽ അത് മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ എന്നും ലക്ഷ്മണൻ പറഞ്ഞു. അങ്ങനെ സീതാദേവിയെ കണ്ടുപിടിക്കാൻ സുഗ്രീവൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു.
അനന്തരം ശ്രീരാമൻ എന്താണ് ഒരു രാജാവ് ഇങ്ങനെ ഒരു വ്യസനപ്പെട്ട് ഒരു മലയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് സുഗ്രീവൻ തനിക്ക് നടന്ന കഥകൾ ശ്രീരാമനോട് വിവരിച്ചത്. സുഗ്രീവന്റെ സഹോദരനാണ് ബാലി. വളരെ സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും അവർ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രി മായാവി എന്നൊരു രാക്ഷസൻ ആ കിഷ്കിന്ധാപുരിയിൽ വരികയും ബാലിയെ ഒരു യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. പാതിരാത്രി ഒരു മായാവിയുടെ അടുക്കൽ പോവണ്ട എന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞെങ്കിലും ബാലി ആ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ വല്ലാതെ ദേഷ്യത്തോടെ ആ ക്ഷണം തന്നെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി യുദ്ധത്തിനു പോയി. ജ്യേഷ്ഠന്റെ രക്ഷിക്കണമെന്ന് ഓർത്ത് ഈ സുഗ്രീവനും ബാലിയെ പിന്തുടർന്നു. അങ്ങനെ കുറെ നേരം അവർ നടക്കുകയും അനന്തരം ബാലിയും ആ രാക്ഷസനും ഒരു വൻ ഗുഹയിലേക്ക് കയറി പോകുന്നത് കണ്ടു. ആ ഗുഹയിലേക്ക് കയറിയ സമയത്താണ് ബാലിക്ക് തന്റെ അനുജനായ സുഗ്രീവൻ തന്റെ പ്രാണരക്ഷാർത്ഥം പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം സുഗ്രീവൻ ഒരു നിർദ്ദേശം കൊടുത്തു. ഞാൻ എന്തായാലും തിരിച്ചു വരും. ഈ രാക്ഷസനെ ഞാൻ വധിക്കും. അതുവരെ നീ ഇവിടെ പുറത്ത് ഈ ഗുഹയ്ക്ക് കാവൽ നിൽക്കണം. അങ്ങനെ തന്റെ ജ്യേഷ്ഠന്റെ വാക്കുകൾ മാനിച്ച് ദിവസങ്ങളോ മാസങ്ങളോ അല്ല, ഒരു കൊല്ലം ആ ഗുഹാമുഖത്ത് സുഗ്രീവൻ അനുസരണയോടെ കാത്തുനിന്നു. അങ്ങനെ ഒരു ദിവസം ഗുഹാമുഖത്തിൽ നിന്നും ചോരയും ചലവും കുത്തിയൊലിച്ച് വരുവാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഒരു വല്ലാതെ അട്ടഹാസത്തോടു കൂടിയുള്ള ഒരു കരച്ചിലും കേട്ടു. അയാൾ നിശ്ചയിച്ചു, ആ മായാവിയായ രാക്ഷസൻ തന്റെ ജ്യേഷ്ഠനെ വധിച്ചിരിക്കുന്നു. തന്റെ രാജ്യം ഇപ്പോൾ അനാഥമാണ്. ഇനിയിപ്പോ പുറത്തു വന്ന് തന്നെയും വധിക്കും. ഈ വിവരം കൊട്ടാരത്തിൽ എത്തിക്കണമെങ്കിൽ താൻ രക്ഷപ്പെടണം. അങ്ങനെ ആ ഗുഹാമുഖം വലിയ ഒരു കല്ല് കൊണ്ട് അടച്ച് അയാൾ കൊട്ടാരത്തിൽ പോയി നടന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ രാജ്യത്തെ രാജാവില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ സുഗ്രീവനെ രാജാഭിഷേകം ചെയ്ത് ആ കിഷ്കിന്ധാപുരിയിലെ രാജാവാക്കി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ആ വലിയ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട ബാലി തിരിച്ചു വരികയും തന്റെ കൊട്ടാരത്തിൽ തന്റെ സിംഹാസനത്തിൽ തന്റെ രാജ്യമായ കിഷ്കിന്ധാപുരിയിൽ താൻ ഇല്ലാത്ത തക്കം നോക്കി സുഗ്രീവൻ രാജാവായി എന്ന് തെറ്റിദ്ധരിക്കുകയും എത്രയെല്ലാം കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും സുഗ്രീവന്റെ വാക്കുകൾ കേൾക്കാൻ അയാൾ തയ്യാറായില്ല. അങ്ങനെ സുഗ്രീവനെ ആ ക്ഷണം തന്നെ കിഷ്കിന്ധാപുരിയിൽ നിന്നും പോകുവാൻ പറയുകയും സുഗ്രീവന്റെ ഭാര്യയായ രുമയെ അയാൾ തന്റെ അധീനതയിൽ വയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് താൻ ഈ ഋഷിമുഖ പർവ്വതത്തിൽ എത്തിയത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറഞ്ഞു. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ ഭാര്യയെ അയാളുടെ അധീനതയിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്താം. അപ്പോഴാണ് ഒരു കാര്യം സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞത്. അങ്ങ് വിചാരിക്കുന്നത് പോലെയല്ല, എന്റെ സഹോദരന്റെ ശക്തി അങ്ങേക്ക് അറിയില്ല. പണ്ട് ദുന്ദുബി എന്ന പേരുള്ള ഒരു മഹാഹസുരൻ ഒരു മഹാവൃഷഭത്തിന്റെ രൂപത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ ചുറ്റുകയും തനിക്ക് അനുയോജ്യനായ ഒരു ശത്രുവിനെ അയാൾ തിരഞ്ഞത്രേ. ആദ്യം അയാൾ സമീപിച്ചത് സമുദ്ര രാജാവിനെയാണെങ്കിലും തന്നോടൊപ്പമുള്ള യുദ്ധത്തിന് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സമുദ്ര രാജാവ് അയാളെ മടക്കി അയച്ചു. അനന്തരം ദുന്ദുബി ഹിമവന്റെ അടുത്ത് പോയി തന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ വെല്ലുവിളിച്ചപ്പോൾ തനിക്ക് അതിനുള്ള ത്രാണി ഇല്ലെന്നും തനിക്ക് ആ ദുന്ദുബിക്ക് ഏറ്റവും അനുയോജ്യനായ പോരാളി കിഷ്കിന്ധാപുരിയിലുണ്ടെന്നും അവിടെ പോയി വെല്ലുവിളിക്കാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാനിച്ച് ദുന്ദുബി കിഷ്കിന്ധാപുരിയിലെത്തി അന്നത്തെ രാജാവായ ബാലിയെ വെല്ലുവിളിച്ചു. അങ്ങനെ വലിയൊരു ദ്വന്ദ്വ യുദ്ധത്തിനു ശേഷം ബാലി അയാൾ ആ മഹാവൃഷഭത്തിന്റെ രൂപത്തിലാണല്ലോ ദുന്ദുബി വന്നത്. ആ ഋഷഭത്തിന്റെ 2 കൊമ്പുകളും പിടിച്ച് ചുഴറ്റി വല്ലാതെ വളരെ ഭാരമുള്ള ആ വൃഷഭത്തിനെ പൊക്കിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞു.
അങ്ങനെ അവൻ മരണപ്പെടുകയും അവന്റെ ഈ മൃതശരീരം പോയി വീണത് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. അങ്ങനെ ചോരയും മാംസവും രക്തവും ഒരു മൃതശരീരം തന്റെ ആശ്രമത്തിന്റെ പവിത്രതയ്ക്ക് ആ, ഭംഗം വരുത്തിയെന്നും ഇത് ചെയ്ത ആൾ ഇനി മുതൽ പർണശാല നിൽക്കുന്ന ഋഷ്യമുഖ പർവ്വതത്തിൽ കയറിയാൽ തല തെറിക്കുമെന്ന് ശപിച്ചു. അങ്ങനെ ബാലിക്ക് ഋഷ്യമുഖ പർവ്വതത്തിൽ പ്രവേശനമില്ലായിരുന്നു. അതുകൊണ്ടാണ് തന്റെ സുരക്ഷ മാനിച്ചാണ് താൻ ഈ വനത്തിൽ നിൽക്കുന്നതെന്ന് അദ്ദേഹം ശ്രീരാമനോട് പറഞ്ഞു. ഉടൻ തന്നെ ശ്രീരാമൻ അദ്ദേഹത്തെ കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചിതറിക്കടന്നിരുന്ന അസ്ഥികൂടങ്ങൾ അദ്ദേഹം തന്റെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ അങ്ങയുടെ ബലം വിശ്വസിക്കില്ല. ഇത് ഉണങ്ങിപ്പോയ അസ്ഥികൂടമാണ്. എന്റെ സഹോദരൻ കൊന്നത് മാംസവും രക്തവും മജ്ജയുമുള്ള ഒരു ഭീകര അസുരനെയായിരുന്നു. ഇത് കേട്ട് പുഞ്ചിരിച്ച ശ്രീരാമൻ വീണ്ടും ഋഷ്യമുഖ പർവ്വതത്തിലെത്തി അവിടെ തന്റെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുത്ത് 7 സാല വൃക്ഷങ്ങളെ ലക്ഷ്യമാക്കി അമ്പെയ്യുകയും ആ അമ്പ് 7 വൃക്ഷങ്ങളെയും തുളച്ചു കയറി ബ്രഹ്മാണ്ടം കറങ്ങി വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ആവനാഴിയിൽ വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശക്തിയിൽ സുഗ്രീവന് വിശ്വാസം വന്നു. ഇനി നടക്കുന്നത് പറയാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മളുടെ ഇടയിലെല്ലാം നമ്മൾ വളരെയധികം ഭാരമുള്ള ഒരു ജോലി വന്നു കഴിഞ്ഞാൽ പറയും, ഓ പാലി കേറാ മല. ആ പ്രയോഗം വന്നത് ഇതിൽ നിന്നുമാണ് കേട്ടോ. കാരണം അത് ആ മലയിൽ അയാൾ കയറിക്കഴിഞ്ഞാൽ അയാളുടെ തല പൊട്ടി തെറിക്കുമത്രേ. അതുകൊണ്ട് അയാൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അയാൾ അവിടെ പ്രവേശിച്ചിരുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റാതെ വരുമ്പോൾ, വളരെയധികം കാഠിന്യം തോന്നുമ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബാലി കേറാമല. ആ പ്രയോഗം വന്നത് ഇവിടെ നിന്നാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ സുഗ്രീവന് ശ്രീരാമന്റെ ശക്തിയിൽ വിശ്വാസം വരികയും അങ്ങനെ ശ്രീരാമ നിർദ്ദേശപ്രകാരം അദ്ദേഹം സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്ത ബാലി അങ്ങനെ സുഗ്രീവനുമായി യുദ്ധം ചെയ്തു. അപ്പോഴാണ് ശ്രീരാമന് മനസ്സിലായത് ഇവർ രണ്ടുപേരും തമ്മിൽ വല്ലാതെ ഒരു സാമ്യതയുണ്ട്. താൻ അറിയാതെ ബാലി എന്ന് കരുതി സുഗ്രീവനെ വധിച്ചാൽ അങ്ങനെ ആ യുദ്ധത്തിൽ വളരെയധികം ക്ഷീണിക്കുകയും തോറ്റുപോയി സുഗ്രീവൻ ശ്രീരാമന്റെ അടുത്ത് വന്ന് അങ്ങയുടെ വാക്ക് വിശ്വസിച്ചല്ലേ ഞാൻ യുദ്ധത്തിന് പോയത്. അങ്ങ് എന്തുകൊണ്ട് എന്നെ സംരക്ഷിച്ചില്ല? അങ്ങ് എന്തുകൊണ്ട് ബാലിയെ വധിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ രൂപസാമ്യം കാരണം അറിയാതെ ബാലിയാന്ന് കരുതി ഞാൻ നിന്നെ വധിച്ചിരുന്നെങ്കിൽ വലിയൊരു അനർത്ഥമാവുമായിരുന്നില്ലേ? അതുകൊണ്ട് ഒന്നുകൂടി പോയി അവനെ യുദ്ധത്തിന് വിളിക്കൂ. ഈ സമയം യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു പൂമാല തരാം. അത് കഴുത്തിൽ അണിഞ്ഞു വേണം നീ യുദ്ധത്തിന് പോവാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമന്റെ വാക്കുകൾ മാനിച്ച് സുഗ്രീവൻ ആ രാത്രി തന്നെ കിഷ്കിന്ധാപുരിയിലെത്തി ബാലിയെ യുദ്ധത്തിന് ക്ഷണിച്ചു. പക്ഷെ ബാലിയുടെ പത്നിയായ താരയ്ക്ക് അവളുടെ മകനായ അംഗദനും അവന്റെ കൂട്ടുകാരും വഴി ഒരു വിവരം ലഭിച്ചിരുന്നു. ദശരഥ പുത്രന്മാരായ രാമലക്ഷ്മണന്മാർ സുഗ്രീവന്റെ പക്ഷമാണെന്നും അവർ സുഗ്രീവനെ രക്ഷിക്കുമെന്നും അതുകൊണ്ട് ഈ രാമലക്ഷ്മണന്മാർ കൊടുത്ത ധൈര്യത്തിലായിരിക്കും വീണ്ടും സുഗ്രീവൻ തോറ്റുപോയെങ്കിലും ആ രാത്രി തന്നെ തന്റെ ഭർത്താവിനെ വെല്ലുവിളിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാവുകയും അവൾ ഭർത്താവിനോട് ഇതൊക്കെ പറയുകയും യുദ്ധത്തിന് പോവരുത്, സുഗ്രീവനെ അനുജനായി കാണണം, അവനെ യുവരാജാവായി വാഴിക്കണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഒരു സന്ധിക്കും ബാലി തയ്യാറായിരുന്നില്ല. അങ്ങനെ പത്നിയുടെ വാക്കുകൾ അയാൾ കേൾക്കാതെ ആ രാത്രി തന്നെ യുദ്ധത്തിനായി ഇറങ്ങിപ്പോയി. അങ്ങനെ ശ്രീരാമൻ ഒരു മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഈ യുദ്ധം കാണുകയും അവസാനം ആ സുഗ്രീവൻ അദ്ദേഹം കൊടുത്ത പൂമാല അണിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം മറഞ്ഞു നിന്ന് അമ്പെയ്ത് ബാലിയെ വധിച്ചു. അങ്ങനെ ബാലിയുടെ പ്രാണൻ പോകുന്ന നേരം ബാലി ശ്രീരാമനോട് ചോദിച്ചു, പ്രശ്നം ഞാനും എന്റെ അനുജനും തമ്മിലായിരുന്നു. ഇതിൽ അങ്ങ് എന്തിന് ഇടപെട്ടു? ഇത് ധർമ്മമാണോ?
അതിന് ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഇത് ചെയ്തത് ജ്യേഷ്ഠാനുജന്മാരുടെ വഴക്കിന് വേണ്ടിയല്ല. ധർമ്മം സ്ത്രീക്കുമുണ്ട്. സ്ത്രീ ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വധിച്ചത്. ഭർത്താവ് ജീവനോടിരിക്കെ അവനെ രാജ്യത്തിൽ നിന്നും പറഞ്ഞു വിട്ട് അവന്റെ പത്നിയെ നീ അധീനതയിൽ വെച്ച് അടിമയാക്കിയിരിക്കുകയാണ്. ആ ഒരു സഹോദരിക്ക് വേണ്ടിയാണ്, ആ സ്ത്രീ ധർമ്മം രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വധിച്ചത്. അങ്ങനെ ബാലിക്ക് തന്റെ തെറ്റ് മനസ്സിലാവുകയും ഒരുപാട് അയാൾ ആ അവസാന നിമിഷത്തിൽ പശ്ചാത്താപിക്കുകയും അങ്ങനെ അയാൾ അണിഞ്ഞിരുന്ന ഒരു സ്വർണമാല അനുജനായ സുഗ്രീവന് നൽകുകയും ചെയ്തു. അങ്ങനെ ബാലി മരണപ്പെട്ടു. ഇതിൽ താരയ്ക്കും മകൻ അംഗദനും വല്ലാതെ വിഷമമായി. പിന്നീട് സുഗ്രീവനെ കിഷ്കിന്ധാപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്തതിൽ പിന്നെ അംഗദനെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ താരയെയും സുഗ്രീവൻ തന്റെ പത്നിയായി സ്വീകരിച്ചു എന്നാണ് ചില കഥകൾ പറയുന്നത്. അതിനുശേഷം ആ സീതാദേവിയെ താൻ തേടിത്തരുമെന്നും വാഗ്ദാനമാണെന്നും പറഞ്ഞു. പക്ഷേ ഒരു മാസക്കാലം അവിടെ വർഷകാലമായിരുന്നു. അങ്ങനെ വർഷകാലം കഴിഞ്ഞിട്ടും ഒരു നടപടിയും സുഗ്രീവന്റെ ഭാഗത്തിൽ നിന്നും വരാത്തത് രാമലക്ഷ്മണന്മാരെ കുറച്ച് സങ്കടത്തിലാഴ്ത്തി. അങ്ങനെ കിഷ്കിന്ധാപുരിയിൽ കുറച്ച് ദേഷ്യത്തോടെ എത്തിയ ലക്ഷ്മണൻ എന്താണ് ഈ ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് തന്റെ ചേട്ടത്തി അമ്മയെ കണ്ടുപിടിക്കാൻ ഒരു നടപടിയും രാജാവ് എടുക്കാത്തതെന്നും ചെയ്തു പോയ ഉപകാരങ്ങൾ മറന്നു പോയോ എന്നും ചോദിച്ചു. താൻ ചെയ്തതിൽ അങ്ങേയറ്റം പശ്ചാത്താപം തോന്നിയ സുഗ്രീവൻ ഉടൻ തന്നെ വാനരസേനയെയും ലോകത്തിൽ ഉള്ള സകല വാനരന്മാരെയും അപ്പോൾ തന്നെ കിഷ്കിന്ധാപുരിയിൽ എത്തിച്ചേരുവാൻ പറയുകയും അങ്ങനെ 4 ദിക്കിലേക്കും അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ അംഗദനോടൊപ്പം പോയ ഹനുമാനും മറ്റു വാനരന്മാരും അവിടെ സ്വയംപ്രഭ എന്ന ഒരു സ്ത്രീയുടെ ആതിഥേയത്തിന് പാത്രങ്ങളായി. അങ്ങനെ അവർ ഒരു ഗുഹയിൽ അവരെ കൊണ്ടുപോവുകയും അവിടെ വിശിഷ്ടമായ ഭക്ഷ്യഭോജനങ്ങൾ അവർക്ക് കൊടുത്തു. ആ അതിഥേയം സ്വീകരിച്ച് ആ ഗുഹയിൽ നിന്നും പുറത്തു വരുമ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. ഒരു മാസം പിന്നിട്ടു. ശ്രീരാമനോട് പറഞ്ഞിരുന്നത് ഒരു മാസത്തിനകം സീതമ്മയെ കണ്ടുപിടിച്ചു തരാമെന്നാണ്. അങ്ങനെ ഇനി സീതമ്മയെ കണ്ടുപിടിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കില്ല എന്നൊരു ശപഥം അവർ എടുക്കുന്ന ആ സമയത്താണ് സമ്പാദി എന്ന പ്രായമായ ഒരു കഴുകനെ അവർ കണ്ടത്. അങ്ങനെ അവർക്കിടയിൽ അവർ സംസാരിക്കുകയായിരുന്നു. മാർഗത്തിൽ ആ രാക്ഷസനായ രാവണൻ സീതയെ കൊണ്ടുപോകുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീയെ രക്ഷിക്കാൻ ജടായു ഇടപെട്ടെന്നും അങ്ങനെ രാവണന്റെ മൂർച്ചയുള്ള വാള് കൊണ്ട് അവൻ മുറിവേറ്റ് പിടഞ്ഞു മരിച്ചു എന്നും. ഇത് കേട്ട സമ്പാദിക്ക് വല്ലാതെ സങ്കടം വന്നു. അവന്റെ അനുജനായിരുന്നു ആ ജടായു. അങ്ങനെ സമ്പാദി ഒരു കാര്യം ആ ആ വാനരസേനയോടും അംഗദനോടും ഹനുമാനോടും പറഞ്ഞു. എനിക്ക് ദീർഘദൃഷ്ടിയുണ്ട്, ദൂരദർശിനി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കടലിന്റെ അക്കരെ ആണ് സീതയെ രാവണൻ ലങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് തടവിൽ വെച്ചിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി ജടായു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും, എന്റെ അനുജൻ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ മുകളിലായി പറക്കുമായിരുന്നു. ആകാശത്ത് നിങ്ങൾ പറന്ന് മത്സരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്റെ അനുജന് സൂര്യതാപമേറ്റു. അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ ചിറകുകൾ വിടർത്തി അവന് സംരക്ഷണം നൽകി. പക്ഷേ അവൻ സംരക്ഷിക്കപ്പെട്ടു. അന്ന് ആ സൂര്യതാപമേറ്റ് എന്റെ ചിറകുകൾ കരിഞ്ഞു പോവുകയും ഞാൻ ഭൂമിയിൽ വീഴുകയും ചെയ്തു. അതിന് സൂര്യദേവൻ തന്നെ എനിക്കൊരു പോംവഴി പറഞ്ഞു തന്നു. ഒരു ദിവസം രാമന് വേണ്ടി നീ എന്ന് സഹായം നൽകുന്നു, ആ ക്ഷണം നിന്റെ ചിറകുകൾ നിനക്ക് തിരികെ ലഭിക്കും. എപ്പോൾ സമ്പാദി ആ സീതമ്മ അക്കരെയുള്ള ലങ്കയിലുണ്ടെന്ന് ഹനുമാനോട് പറഞ്ഞു, ആ ക്ഷണം തന്നെ സൂര്യദേവൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചിറകുകൾ തിരികെ ലഭിച്ചു. അങ്ങനെ ആ വലിയ ഒരു പ്രതിസന്ധിയാണ് ആ വാനരസേനയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്നത്. എങ്ങനെ ഇത്രയും വലിയ സമുദ്രം ചാടിക്കടക്കും? ഇത് ആര് ചാടിക്കടക്കും?
അങ്ങനെ സീതമ്മ ഇത്രയും ദിവസം അമ്മ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ട് അമ്മ ലങ്കാപുരിയിൽ ഉണ്ടെന്ന്. ഈ വിവരമെങ്കിലും ശ്രീരാമനെ അറിയിക്കണമെന്ന് പറഞ്ഞ ഹനുമാൻ ശ്രീരാമന്റെ അടുത്ത് പോയി ഇതെല്ലാം പറയുകയും സീതമ്മയെ കണ്ടു കഴിഞ്ഞാൽ തന്റെ മുദ്രമോതിരം കൊടുക്കണമെന്നും എന്നാൽ മാത്രമേ ഞാൻ അയച്ച ദൂതനാണ് നീ എന്നുള്ള കാര്യം അവൾ വിശ്വസിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ശ്രീരാമന്റെ മുദ്രമോതിരവുമായി ആ കടൽ തീരത്തെത്തിയ വാനരസേനയും ഹനുമാനും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വ്യസനിച്ചിരുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ജാമ്പവാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആഞ്ജനേയ, നീ ആരാണെന്ന് നീ മറന്നുപോയോ? വായുപുത്രനാണ് നീ. നീ ബാലനായി ഇരുന്നപ്പോൾ ഉദിച്ചു വരുന്ന സൂര്യൻ ഒരു പഴമാണെന്നു കരുതി ആ ചെറിയ കുഞ്ഞ് വാനോളം ഉയർന്ന് സൂര്യനെ പിടിക്കാൻ പോവുകയും ആ സൂര്യനെ തന്നെ താൻ കുറച്ച് ആ കുഞ്ഞ് ഹനുമാൻ മറയ്ക്കുകയും ഇതെല്ലാം രാഹു കാണുകയും ഞാനും കേതുവുമാണല്ലോ സൂര്യഗ്രഹണം ഉണ്ടാക്കാറ്, ഇതാരാണ് പുതിയൊരു കക്ഷി സൂര്യനെ ആക്രമിക്കാൻ വരുന്നതെന്ന് നോക്കുകയും അത് ഇന്ദ്രനോട് പോയി പറഞ്ഞ് സൂര്യദേവനെ രക്ഷിക്കാനായി ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ആ ബാലഹനുമാനെ അടിക്കുകയും ആ വജ്രായുധത്തിന്റെ പ്രഹരമേറ്റ ബാലഹനുമാൻ പിടഞ്ഞു വീഴുകയും ചെയ്തു. അങ്ങനെ ആ അടിയേറ്റത് അദ്ദേഹത്തിന്റെ താടിയെല്ലിലായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് വികൃതമാവുകയും സംസ്കൃതത്തിൽ ഈ താടിയെല്ലിന് ഹനു എന്ന് പറയുകയും അന്ന് മുതലാണ് ഹേ ആഞ്ജനേയ, നിനക്ക് ഹനുമാൻ എന്ന പേര് വന്നത്. അതിനുശേഷം നിന്റെ വികൃതി കുറച്ച് കൂടുകയും കുഞ്ഞായിരുന്നപ്പോൾ അടുത്തുള്ള മഹർഷിമാരുടെ ആശ്രമത്തിൽ ചെന്ന് നീ അവരുടെ തപസ് ഇളക്കുമായിരുന്നു. നീ അവിടെ ഒരുപാട് വികൃതി കാട്ടുമായിരുന്നു. അങ്ങനെ പൊറുതിമുട്ടിയ മഹർഷിമാർ നിന്നെ ശപിച്ചു. വല്ലാതെ ഒരു ഘട്ടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നീ നിന്റെ ശക്തി മറക്കും. പക്ഷേ ആരെങ്കിലും അന്ന് നിന്നോട് നീ ആരാണെന്ന് എടുത്തു പറയുമ്പോൾ മാത്രമേ നീ ആരാണ്, നിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന ശക്തി എന്താണ് എന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വരികയുള്ളൂ. അന്ന് അത് ചെയ്തത് ജാമ്പവാനായിരുന്നു. ജാമ്പവാൻ ഈ കാര്യം പറഞ്ഞ ആ സമയം തന്നെ ആഞ്ജനേയൻ ചാടി എഴുന്നേൽക്കുകയും ഞാൻ സീതമ്മയെ കൊണ്ടുവരുന്നു എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അദ്ദേഹം അത്രയും വലിയ ആ സമുദ്രം വളരെ വലിയ തന്റെ ശരീരം വളരെ വലുതാക്കുകയും ആ സമുദ്രം ചാടിക്കടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സമുദ്രം അദ്ദേഹം താണ്ടിക്കടക്കുന്ന സമയത്ത് 3 പ്രതിസന്ധികൾ വന്നു എന്ന് പറയാം. ചില സ്നേഹങ്ങൾ ചില സമയത്ത് നമുക്ക് ഒരു ചെറിയ പ്രതിസന്ധി പോലെ തോന്നാറുണ്ട്. അദ്ദേഹം ആദ്യം കണ്ടത് മൈനാകം എന്ന പർവ്വതത്തെയാണ്. മൈനാകം ഹനുമാനെ കണ്ടതോടെ പറഞ്ഞു, അങ്ങ് വായുപുത്രനല്ലേ, അങ്ങ് എന്റെ ഇവിടെ വന്നിരുന്നാലും അങ്ങ് എത്ര നേരമായി യാത്ര ചെയ്യുന്നു, അങ്ങേക്ക് യാത്രാക്ഷീണം ഉണ്ടാകും, ഇന്ന് എന്റെ അതിഥിയായി അങ്ങ് വരണം, നാളെ യാത്ര തുടർന്നോളൂ. മൈനാക പർവ്വതം ഒരു കാര്യം കൂടി പറഞ്ഞു, പണ്ട് പർവ്വതങ്ങൾക്കെല്ലാം ചിറകുകൾ ഉണ്ടായിരുന്നത്രേ. ആ ചിറകുകൾ ചില പർവ്വതങ്ങൾ ദുരുപയോഗം ചെയ്യുകയും മുനിമാരെയും മഹർഷിമാരെയും മനുഷ്യരെയും പൊറുതിമുട്ടിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രൻ അവരുടെ എല്ലാം ചിറകുകൾ അരിഞ്ഞപ്പോൾ വായു തന്റെ സുഹൃത്തായിരുന്നുവെന്നും തന്റെ ചിറകുകൾ അറിയാതെ തന്നെ ആ സമുദ്രത്തിന്റെ ഉള്ളിൽ സുരക്ഷിതനായി കൊണ്ടുവന്നിരുത്തിയത് ആഞ്ജനേയന്റെ അച്ഛനായ വായുവാണെന്നും പറഞ്ഞു. അതിന്റെ ആ ഒരു സുഹൃത്തിന്റെ മകൻ തന്റെ പ്രദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ തന്റെ ആതിഥ്യം സ്വീകരിക്കണ്ടേ എന്നും പറഞ്ഞു. പക്ഷേ രാമന്റെ വേണ്ടി ഒരു ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ താൻ വിശ്രമിക്കുകയില്ലെന്നും വേറൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. ആ സമയത്ത് ഋഷിമാരും മുനിമാരും ദേവന്മാരും നാഗത്തിന്റെ അമ്മയായ സുരസയോട് ഒരു കാര്യം പറഞ്ഞു. ഹനുമാന്റെ ശക്തി നീ പരീക്ഷിക്കണം, നീ അവനെ ഭക്ഷണമാക്കണം, നിന്നെ കൊണ്ടത് സാധിക്കുമോ? ആ വെല്ലുവിളി ഏറ്റെടുത്ത സുരസ ഉടൻ തന്നെ ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരികയും ഹനുമാന്റെ വഴി തടയുകയും ചെയ്തു. ഇത് എന്റെ പ്രദേശമാണ്, ഇവിടെ വരുന്നവരെ ഞാൻ ഭക്ഷണമാക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ്, എന്റെ അനുമതി ഇല്ലാതെ നിനക്ക് ഈ പ്രദേശത്തിൽ നിന്നും മുന്നോട്ട് പോവാൻ
കഴിയില്ല. എന്നാൽ നല്ല രീതിയിൽ, നല്ല ഭാഷയിൽ ഹനുമാൻ പറഞ്ഞു, ഒരു പ്രധാന ദൗത്യത്തിന് പോവാണമ്മേ, എന്നെ പോവാൻ അനുവദിക്കണം. പക്ഷേ അവൾ ആ വാശി വിട്ടില്ല. അങ്ങനെ അവൾ ഹനുമാനെ ഭക്ഷിക്കാനായി വായ തുറന്നപ്പോൾ ഹനുമാൻ 10 മടങ്ങ് വലുതായി. അങ്ങനെ അവസാനം അവൾ എത്ര വായ് വലുതാക്കുന്നോ അതിനനുസരിച്ച് ഹനുമാൻ വലുതാവുകയും അനന്തരം ഹനുമാൻ ഒരു പെരുവിരലിന്റെ തുമ്പിന്റെ അത്രം ചെറുതായി സുരസയുടെ വായിൽ പ്രവേശിക്കുകയും പുറത്തു വരികയും, നീ പറഞ്ഞല്ലോ നിന്റെ വായിൽ കയറാതെ ഈ പ്രദേശം വിട്ടു പോവാൻ പറ്റില്ലെന്ന്, ഞാൻ ഇതാ അതനുസരിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിന്റെ വായിൽ കയറുകയും പുറത്തു വരികയും ചെയ്തു. ഇനി നീ എന്നെ പോവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നപ്പോൾ അവിടെ സിംഹിക എന്നൊരു അസുര സ്ത്രീ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹനുമാന് അദ്ദേഹത്തിന്റെ വേഗത കുറഞ്ഞ പോലെ തോന്നി. ആരാണ് തന്നെ പിടിച്ചു വലിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഹനുമാൻ താഴേക്ക് ഒന്ന് നോക്കിയപ്പോൾ ആ സമുദ്രത്തിൽ സിംഹിക എന്നൊരു അസുര സ്ത്രീ ഹനുമാന്റെ നിഴൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സിംഹിക എന്നൊരു അസുര സ്ത്രീയും അദ്ദേഹത്തെ വെല്ലുവിളിച്ചപ്പോൾ അദ്ദേഹം ഒന്നും നോക്കാതെ ആ വെല്ലുവിളി സ്വീകരിക്കുകയും ആ സിംഹികയുടെ വായിൽ കയറി അവളുടെ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളിൽ കയറി അതെല്ലാം പൊട്ടിച്ച് അവളെ വധിക്കുകയും അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഹനുമാൻ ലങ്കയിലെത്തി. അന്ന് രാത്രിയായിരുന്നു. അദ്ദേഹം വളരെ ചെറിയൊരു രൂപം സ്വീകരിച്ച് ലങ്കയിൽ എത്തിയപ്പോൾ അവിടെ ലങ്കയ്ക്ക് ഒരു സ്ത്രീയാണ് കാവൽ നിന്നിരുന്നത്. ലങ്കിണി എന്നായിരുന്നു അവളുടെ പേര്. തന്റെ അനുമതി ഇല്ലാതെ ഇവിടെ പ്രവേശിക്കാൻ പറ്റുകയില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ അവളെയും വധിച്ച് അദ്ദേഹം ലങ്കയിൽ പ്രവേശിച്ചു. അങ്ങനെ വളരെ തന്ത്രപൂർവം അദ്ദേഹം പലയിടങ്ങളിലും സീതമ്മയെ അന്വേഷിച്ചു. അങ്ങനെ രാവണ പത്നിയായ മണ്ഡോദരിയെ കണ്ടപ്പോൾ അതിസുന്ദരിയായ മണ്ഡോദരിയെ കണ്ട് ഒരു ക്ഷണം അത് സീതമ്മയാണോ എന്ന് തെറ്റിദ്ധരിക്കുകയും പിന്നീട് മനസ്സിലായി അത് രാവണ പത്നിയായ മണ്ഡോദരിയാണെന്ന്. അങ്ങനെ പലയിടത്തും അന്വേഷിച്ച അദ്ദേഹം അശോകവാടികയിൽ എത്തുകയും അവിടെ ഒരു ശിംശിക വൃക്ഷ ചുവട്ടിൽ മലീന വസ്ത്രമുടുത്ത് അമ്മ അത്യന്തം ദുഃഖിതയായി ഇരിക്കുന്ന സീതമ്മയെ അദ്ദേഹം കണ്ടു. അവിടെ അമ്മയ്ക്ക് ചുറ്റും രാക്ഷസിമാരെ കാവൽ നിർത്തിയിരിക്കുകയായിരുന്നു രാവണൻ. അവരെല്ലാം നിരന്തരം അമ്മയെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവിടെ അമ്മയ്ക്ക് ആശ്രയമായി നിന്നത് വിഭീഷണന്റെ മകളായ ത്രിജട്ടയായിരുന്നു. അവൾ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു. സീതമ്മേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അങ്ങ് ശ്രീരാമ ലക്ഷ്മണന്മാരെ പറ്റി എന്നോട് പറയാറില്ലേ? ശ്രീരാമ ലക്ഷ്മണന്മാർ ഒരു വലിയ വാനര സേനയുമായി ലങ്കയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ഇവിടെയുള്ള എല്ലാവരെയും തോൽപ്പിച്ച് അമ്മയെ നല്ല രീതിയിൽ ശ്രീരാമ ലക്ഷ്മണന്മാർ ഇവിടുന്ന് കൊണ്ടുപോകുന്നതായി ഞാൻ കണ്ടമ്മേ. എന്റെ സ്വപ്നങ്ങൾ ഫലിക്കാറുണ്ട്. അമ്മ ഭയപ്പെടരുത്. അങ്ങനെ സീതമ്മയ്ക്ക് ആശ്രയമായി ഒരാളെങ്കിലും ഉണ്ടല്ലോ അവിടെ എന്നോർത്ത് ഹനുമാൻ ആശ്വസിക്കുകയും എന്നാൽ ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെ ത്രിജട്ട പോയ സമയത്ത് അദ്ദേഹം ചെറിയൊരു വാനര രൂപം സ്വീകരിച്ച് ആ വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മൃദുവായ സ്വരത്തിൽ ശ്രീരാമനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ആലപിക്കുവാൻ തുടങ്ങി. ഇത് കേട്ട് സീതമ്മ ആശ്ചര്യപ്പെട്ടു. രാക്ഷസന്മാർ വാഴുന്ന ഈ കാട്ടിൽ ആരാണ് എന്റെ പതിയെ പറ്റി പാട്ട് പാടുന്നത്? നോക്കിയപ്പോൾ ഒരു കുഞ്ഞു വാനരൻ ഇരുന്ന് ശ്രീരാമ സ്തുതികൾ പാടുന്നു. അങ്ങനെ തൊഴുകൈകളോടെ അദ്ദേഹം വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി വന്ന് അമ്മയെ നമസ്കരിച്ച് താൻ രാമദൂതനാണെന്നും ഇത് കണ്ടാൽ മാത്രമേ ഭവതി വിശ്വസിക്കുകയുള്ളെന്ന് പറഞ്ഞ് ശ്രീരാമന്റെ മുദ്രമോതിരം കാണിച്ചു. അങ്ങനെ ഇത് തന്റെ പതിയുടെ മോതിരം തന്നെയാണെന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ ചൂടാമണിയും ഇത് ശ്രീരാമനെ കാണിക്കണമെന്നും ഒപ്പം തനിക്കും ശ്രീരാമനും മാത്രം അറിയുന്ന ഒരു കഥ, കാകാസുരന്റെ ഒരു കഥയുണ്ട്, ഇത് എന്താണെന്ന് ഹനുമാന് വിശദീകരിക്കുകയും ഈ കഥയും ചൂടാമണിയും തന്റെ പതിക്ക് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ വീണ്ടും നമസ്കരിച്ച് താൻ അത് ചെയ്യാമെന്ന വാക്ക് അമ്മയ്ക്ക് കൊടുത്ത് ഹനുമാൻ അവിടെ നിന്നും യാത്രയാകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ആ അശോകവനം കുറച്ച് നശിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം
രാവണന്റെ സൈന്യത്തിന്റെ കണ്ണിൽ പെടുകയും ചെയ്തു. അങ്ങനെ രാവണപുത്രനായ അക്ഷകുമാരൻ ആഞ്ജനേയനുമായി യുദ്ധത്തിന് വരികയും ആ യുദ്ധത്തിൽ ആഞ്ജനേയൻ അക്ഷകുമാരനെ വധിച്ചു. അങ്ങനെ രാവണന്റെ വേറെ പുത്രനായ ഇന്ദ്രജിത്ത്, അവന് മേഘനാഥൻ എന്നും പേരുണ്ട്. അവൻ യുദ്ധത്തിൽ വരികയും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും മോചനം നേടാനുള്ള വിദ്യ ആഞ്ജനേയന് അറിയുമായിരുന്നെങ്കിലും ഇത് രാവണനെ നേരിട്ട് കാണാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ആഞ്ജനേയൻ കരുതിയത്. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തിൽ അദ്ദേഹം തടവിലാവുകയും അനന്തരം ആ സൈന്യം അദ്ദേഹത്തെ രാവണന്റെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മറ്റൊരാളുടെ പത്നിയെ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുവന്ന് തടവിലിട്ട് വെച്ചിരിക്കുന്നത് അധർമ്മമാണെന്നും സീതമ്മയെ തന്റെ ഒപ്പം അയക്കണമെന്നും പറഞ്ഞപ്പോൾ അത് നടക്കില്ല എന്ന് രാവണൻ പറയുകയും ആ ദേഷ്യത്തിൽ ഹനുമാനെ വധിക്കാൻ വരെ അയാൾ ശ്രമിച്ചു. തക്ക സമയത്ത് വിഭീഷണൻ ഇടപെട്ട് രാജ്യത്തിൽ വന്നൊരു ദൂതനെ വധിക്കുന്നത് രാജ്യനീതിയും ധർമ്മത്തിനും ചേരുന്നതല്ല എന്ന് പറഞ്ഞ സഹോദരനെ തടഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിക്കാനായി രാവണൻ തന്റെ ഭൃത്യന്മാരോട് ആഞ്ജനേയന്റെ വാലിന് തീ കൊളുത്തുവാൻ പറഞ്ഞു. ആ ക്ഷണം തന്നെ ഹനുമാൻ വലിയ തന്റെ രൂപം എടുക്കുകയും ലങ്കയ്ക്ക് മുഴുവനും തീ വെച്ച് നശിപ്പിച്ച് വീണ്ടും ശ്രീരാമന്റെ അടുക്കൽ എത്തുകയും അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടിയിലൂടെ അദ്ദേഹം ഇതും മനസ്സിലാക്കി, ആ അഗ്നിബാധ അവിടെ ഏറ്റിട്ടുണ്ടെങ്കിലും തന്റെ അമ്മയായ സീത സുരക്ഷിതയാണ്. അങ്ങനെ ലങ്കയ്ക്ക് പോയി തിരിച്ചു വന്ന് ആ ഹനുമാൻ ശ്രീരാമനെ കാണുകയും ദൃഷ്ട്വാ സീത എന്ന് പറയുകയും ചെയ്തു. ഞാൻ കണ്ടു സീതയെ, സീതമ്മയെ എന്ന് പറഞ്ഞാൽ പോലും ശ്രീരാമൻ ഭയക്കും. സീതമ്മയ്ക്ക് എന്ത് പറ്റി? പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതാണ് നമ്മൾ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പോസിറ്റീവായിട്ട് സംസാരിക്കുക, പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതുകൊണ്ടാണ് ഹനുമാൻ പറഞ്ഞത് കണ്ടേൻ സീതയെ, കണ്ടു സീതയെ, ദൃഷ്ട്വാ സീതയെ എന്ന് പറയുകയും അമ്മ കൊടുത്ത ചൂടാമണിയും അമ്മ പറഞ്ഞ ആ കഥയും അങ്ങനെ ശ്രീരാമനോട് വിശദീകരിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ആഞ്ജനേയ, എന്താണ് സീത ആ കഥ എന്താണ് നിന്നോട് പറഞ്ഞത്? എനിക്കും അവൾക്കും മാത്രം അറിയുന്ന കഥയാണല്ലോ, അത് വിവരിക്കൂ. അങ്ങനെ ഹനുമാൻ ആ കഥ വിവരിച്ചു. ഈ വനവാസ കാലത്തിനിടയിൽ ഒരിക്കൽ ചിത്രകൂട പർവ്വതത്തിൽ വെച്ച് രാമനും സീതയും ഇരിക്കുമ്പോൾ സീതമ്മയുടെ അടുത്ത് ഒരു കാക്ക വന്ന് അമ്മയെ വല്ലാതെ കൊത്തി ഉപദ്രവിക്കുകയും അമ്മയുടെ കയ്യിൽ നിന്ന് കൊത്തി വല്ലാതെ രക്തസ്രാവം വന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ശ്രീരാമൻ ഒരു ദർഭപ്പുല്ലിൽ ബ്രഹ്മാസ്ത്രം ഇടാനുള്ള ആ മന്ത്രം ആ ദർഭപ്പുല്ലിൽ ആവാഹിച്ച് അത് ആ കാക്കയ്ക്ക് മുകളിൽ പ്രയോഗിച്ചു. ആ കാക്ക ഇന്ദ്രന്റെ മകനായ ജയന്തൻ ആയിരുന്നു. അങ്ങനെ ബ്രഹ്മാണ്ടം മുഴുവനും അവൻ കറങ്ങുകയും ഈ രാമപാദത്തിൽ വീണ് തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ പിടിയിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ബ്രഹ്മാസ്ത്രം വിട്ടുകഴിഞ്ഞാൽ അത് ശത്രുവിനെ വധിക്കാതെ തിരിച്ചു വരില്ല. എന്റെ പാദത്തിൽ വന്നവനെ ഞാൻ വിടില്ല, അതെന്റെ ധർമ്മമാണ്. അതുകൊണ്ട് ഒരു കണ്ണ് നീ ഈ ബ്രഹ്മാസ്ത്രത്തിന് നൽകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാക്ക ഒരു കണ്ണ് ബ്രഹ്മാസ്ത്രത്തിന് നൽകി. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നത് കാക്കയ്ക്ക് ഒരു കണ്ണേ കാണുള്ളൂ എന്ന്. ഈ കഥയും കിഷ്കിന്ധാ കാണ്ഡത്തിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രയോഗമുണ്ട്, വല്ലഭന്റെ കയ്യിൽ പുല്ലും ആയുധം. വീട്ടിലെ ചെറിയ പാറ്റേനെയൊക്കെ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, വല്ലഭന്റെ കയ്യിൽ പുല്ലും ആയുധം. ഈ പ്രയോഗവും വന്നത് ഇവിടെ നിന്നുമാണ്. പക്ഷെ ശ്രീരാമൻ, സീതാപതിയായ ശ്രീരാമൻ അയച്ചത് ആ ദർഭപ്പുല്ലിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ മന്ത്രം ആവാഹിച്ചാണ്. അങ്ങനെ ഈ കഥ കേട്ട് അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമായി സീതമ്മ ലങ്കയിലുണ്ടെന്ന്. അങ്ങനെ ലങ്കയിലേക്ക് പോവാൻ ശ്രീരാമ ലക്ഷ്മണന്മാർ തീരുമാനിക്കുകയും സകല വാനരസേനയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ സമുദ്രത്തിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധി ശ്രീരാമൻ തിരിച്ചറിഞ്ഞത്. ഈ ഇത്രയും വലിയ സമുദ്രം കടന്ന് എങ്ങനെ അക്കരെ എത്തും? അദ്ദേഹം തൊഴുകൈകളോടെ സമുദ്രദേവനെ സ്മരിച്ച് പ്രാർത്ഥിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സമുദ്രദേവൻ വന്നില്ല.
അങ്ങേയറ്റം ശാന്ത സ്വരൂപനും മര്യാദാ പുരുഷോത്തമനുമായ ശ്രീരാമന് തന്നെ ദേഷ്യം വരികയും അദ്ദേഹം രാമബാണം എടുക്കുകയും ചെയ്തു. രാമബാണം ഉന്നം തെറ്റാറില്ലല്ലോ. ഇത് കണ്ട് പേടിച്ച സമുദ്രദേവൻ ഓ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പാദത്തിൽ വീണ് നമസ്കരിച്ച് മാപപേക്ഷിച്ച് ഒരു മാർഗവും പറഞ്ഞു കൊടുത്തു. വാനരസേനയിലുള്ള ഒരാൾ നളൻ എന്ന് പേരുള്ളവനാണെന്നും അവൻ വിശ്വകർമാവിന്റെ മകനാണെന്നും അയാൾക്ക് വിശ്വകർമാവാണല്ലോ ദേവന്മാർക്ക് മണിമാളികകളൊക്കെ പണിതു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തികളിലൊക്കെ നല്ല നൈപുണ്യമുള്ളവനാണ് നളൻ എന്നും അവനെ ഇതിന് നിയോഗിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ നളന്റെ ലീഡർഷിപ്പിൽ ഈ സമുദ്രം ഈ പാലം പണിയുവാൻ തുടങ്ങി. കുറെ മരങ്ങളും കല്ലുകളും എല്ലാം അവർക്ക് പറ്റുന്ന രീതിയിൽ ഇട്ട് അവർ ആ പാലം പണിയുവാൻ തുടങ്ങി. ഇപ്പോഴും അവിടെ കല്ലുകൾ ഉണ്ടെന്നും അത് ചില കല്ലുകൾ പൊങ്ങിക്കിടക്കുമെന്നുമാണ് പറയപ്പെടുന്നത്. ചില കല്ലുകളിൽ ഇപ്പോഴും രാമ എന്ന് എഴുതി വെച്ചിട്ടുണ്ടത് കാണാമെന്നുമാണ് പറയപ്പെടുന്നത്. ഒരു അണ്ണാൻ പോലും ആ പാലം രാമസേതു ഉണ്ടാക്കാൻ രാമനെ സഹായിക്കുകയും അങ്ങനെ ആ ക്ഷീണിച്ചു പോയ അണ്ണാനെ അദ്ദേഹം തഴുകി കൊടുക്കുകയും ശ്രീരാമ സ്പർശമേറ്റാണ് ആ അണ്ണാൻ അവന്റെ മുകളിൽ 3 വരകൾ വന്നതുമെന്നും നമ്മളുടെ മുത്തശ്ശി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. അങ്ങനെ രാമസേതു ശരിയായേ പിന്നെ അങ്ങനെ രാമന്റെ സൈന്യം ലങ്കയിലെത്തി. അങ്ങനെ അവിടെ സ്ഥാനമുറപ്പിച്ചപ്പോൾ രാവണന്റെ മന്ത്രിയായ മാല്യവൻ ഇത് ശരിയല്ല, ഇതൊരു യുദ്ധം വേണ്ട, ഇപ്പോഴും യുദ്ധം ഒഴിവാക്കാം, ഞാൻ വേണമെങ്കിൽ ദൂത് പോകാം, ശ്രീരാമനുമായി യുദ്ധത്തിന് പോകരുത്, അത് വലിയ നാശത്തിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ വാക്കും കേട്ടില്ല. നീ ഇടപെടണ്ട, ഞാൻ ജ്യേഷ്ഠനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിഭീഷണൻ പോയപ്പോൾ ഇനി ഒരു ക്ഷണം പോലും ലങ്കയിൽ നിൽക്കരുതെന്നും ഇനി വിഭീഷണനോ കുടുംബമോ അവിടെ നിന്നു കഴിഞ്ഞാൽ എല്ലാവരെയും വധിക്കുമെന്നും രാവണൻ വിഭീഷണനോട് പറഞ്ഞു. അങ്ങനെ വിഭീഷണൻ കുടുംബവുമായി ശ്രീരാമ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അങ്ങനെ ശ്രീരാമനും അവിടെ യുദ്ധം ഒഴിവാക്കാനായി ഒരു സന്ധി സംഭാഷണത്തിനായി ദൂത് വിട്ടപ്പോൾ അതും കേൾക്കാൻ രാവണൻ തയ്യാറായില്ല. അങ്ങനെ രാവണ യുദ്ധം തുടങ്ങി. അങ്ങേയറ്റം മായാവിദ്യകൾ അറിയുന്ന മേഘനാഥന്റെ അമ്പുകൾ കൊണ്ട് ലക്ഷ്മണൻ ഗുരുതരാവസ്ഥയിലാവുകയും അദ്ദേഹത്തെ ഇനി ജീവിപ്പിക്കണമെങ്കിൽ സഞ്ജീവനി എന്ന ഒരു സസ്യം വേണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പർവ്വതത്തിൽ നിന്നും താൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ ഹനുമാന് അവിടെ എത്തിയപ്പോൾ ആ മല മുഴുവനും അനേകം സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഇതിൽ ഏതാണ് സഞ്ജീവനി എന്ന് മനസ്സിലാവാതെ ആ മല തന്നെ അദ്ദേഹം കൊണ്ടുപോയി പിന്നീട് ലക്ഷ്മണനെ പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെ യുദ്ധം കുറെ നാൾ തുടരുകയും രാവണന്റെ തന്നെ മറ്റൊരു സഹോദരനായ കുംഭകർണനും ഈ യുദ്ധത്തിന് ഇറങ്ങുകയും രാമസൈന്യത്താൽ അവനും വധിക്കപ്പെടുകയും പിന്നീട് ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ തന്നെ വധിക്കുകയും ചെയ്തു. തന്റെ മകൻ മരിച്ചതോടെ രാവണന്റെ ധൈര്യം ചോർന്നു. ഇനി താൻ എന്തു ചെയ്യും? തന്റെ സൈന്യബലം കുറഞ്ഞു. തന്റെ മകനായ വലിയ ശക്തിയായിരുന്ന മകനും മരിച്ചു. ഇനി താൻ എന്തു ചെയ്യും എന്ന് ഓർത്ത് രാവണൻ അവന്റെ ചേട്ടനായ അഹിരാവണന്റെ അടുക്കൽ പോവാൻ തയ്യാറായി. ചില ഇനി മുതൽ പറയുന്നത് കിഷ്കിന്ധ കാണ്ഡത്തിൽ അല്ലെങ്കിൽ സുന്ദരകാന്ഡത്തിൽ യുദ്ധകാന്ഡത്തിൽ വാൽമീകി അധ്യാത്മ രാമായണങ്ങളിൽ വരുന്നില്ല. ഇത് പിന്നീട് രാമ ഹനുമാൻ പരമ്പരയിൽ വരുന്ന ചില കഥകളാണ്. അങ്ങനെ രാവണൻ തന്റെ ജ്യേഷ്ഠനായ ചില ഗ്രന്ഥങ്ങളിൽ ഈ ജ്യേഷ്ഠന് അഹിരാവണൻ എന്നും ചില ഗ്രന്ഥങ്ങളിൽ മഹിരാവണൻ എന്നും തന്ത്രവിദ്യക്ക് നമ്മൾ പോകുമ്പോൾ ഈ രാവണൻ, അഹിരാവണൻ, മഹിരാവണൻ എന്ന 3 പേരുണ്ടെന്നും രാവണനെ വധിച്ചത് ശ്രീരാമനെങ്കിൽ അഹിരാവണനെ വധിച്ചത് ഹനുമാന്റെ ഒരു പ്രത്യേക രൂപമാണെന്നും മഹിരാവണനെ വധിച്ചത് എല്ലാ യുദ്ധമെല്ലാം കഴിഞ്ഞ് ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് പോകുന്ന വഴി അവരുടെ മാർഗം തടഞ്ഞ മഹിരാവണനെ സീത ദുർഗാദേവിയായി മാറി വധിച്ചുമെന്ന് ചില തന്ത്രഗ്രന്ഥങ്ങൾ
പറയുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ അഹിരാവണൻ എന്നാണ് പറയുന്നത്. രാവണന്റെ ജ്യേഷ്ഠനായ അഹിരാവണൻ താൻ തന്റെ സഹോദരനെ സഹായിക്കാമെന്ന് ഏറ്റു. അങ്ങനെ മഹാതന്ത്രശാലിയും മായാവിയുമായ അഹിരാവണൻ രാവണന്മാരെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ അഹിരാവണൻ വിഭീഷണന്റെ രൂപം സ്വീകരിച്ച് രാവണന്മാർ നിൽക്കുന്ന ശിബിരത്തിന്റെ മുമ്പിലെത്തി. അങ്ങനെ വന്നിരിക്കുന്നത് വിഭീഷണൻ തന്നെയാണെന്ന് കരുതി സന്ധ്യാസമയമായിരുന്നു. സന്ധ്യ വന്നു കഴിഞ്ഞാൽ യുദ്ധം നിർത്തുമല്ലോ. അങ്ങനെ രാമലക്ഷ്മണന്മാർ അവരുടെ ശിബിരത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സന്ധ്യ കഴിഞ്ഞ് രാത്രിയുടെ ആദ്യത്തെ യാമവും തുടങ്ങിയിരുന്നു. അവരുടെ ശിബിരത്തിന് പുറത്ത് ഹനുമാൻ കാവൽ നിൽക്കുകയായിരുന്നു. ആ നേരത്ത് വിഭീഷണൻ വരികയും ഒരു പ്രത്യേകമായ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തന്നെ രാമലക്ഷ്മണന്മാരോട് പറയണമെന്ന് പറഞ്ഞു. അതിനെന്താ, അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിഭീഷണനെ ആ ശിബിരത്തിനുള്ളിലേക്ക് പോകുവാൻ ഹനുമാൻ യാതൊരു മടിയും കൂടാതെ സമ്മതിച്ചു. നേരം കുറെ കഴിഞ്ഞിട്ടും എന്താണ് വിഭീഷണൻ പുറത്തു വരാത്തത്, എന്താണ് അവിടെ പറ്റിയതെന്നറിയാൻ അദ്ദേഹം പതുക്കെ അകത്തു ചെന്ന് നോക്കിയപ്പോൾ അവിടെ വിഭീഷണനോ ശ്രീരാമനോ ലക്ഷ്മണനോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ മായാശക്തി കൊണ്ട് മനസ്സിലായി, താൻ ഇത്രയും തനിക്ക് സിദ്ധിയും ശക്തിയുമുള്ള തന്നെ പോലും കബളിപ്പിച്ചു വന്നത് വിഭീഷണനല്ല, രാവണന്റെ മഹാമായാവിയായ ജ്യേഷ്ഠൻ അഹിരാവണൻ ആണെന്ന്. ആ ക്ഷണം തന്നെ രാമലക്ഷ്മണന്മാരെ പാതാളത്തിൽ നിന്നും കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോഴാണ് വിഭീഷണൻ നടന്നതൊക്കെ അറിയുന്നതും അദ്ദേഹത്തോട് വിഭീഷണൻ ആഞ്ജനേയനോട് ഒരു കാര്യം പറഞ്ഞു. പാതാള ലോകത്തിൽ അവിടെ 5 ദീപങ്ങൾ കത്തുന്നുണ്ട്. ആ 5 ദീപങ്ങൾ കത്തുന്നത് 5 ദിശയിലേക്കാണ്. ഒരുമിച്ച് 5 ദീപങ്ങൾ അണച്ചാൽ മാത്രമേ അഹിരാവണന്റെ മായാശക്തികൾക്ക് ഒരു അറുതി വരികയുള്ളൂ. എന്നാൽ മാത്രമേ അവനെ വധിക്കുവാൻ പറ്റുകയുള്ളൂ. ആ സമയം ആഞ്ജനേയൻ ആലോചിച്ചു, തനിക്ക് എത്ര വലുതാവാൻ പറ്റിയാലും തന്റെ ഈ ഒരു മുഖം ഉപയോഗിച്ച് 5 ദിക്കിലും കത്തുന്ന ദീപങ്ങൾ താൻ എങ്ങനെ അണയ്ക്കും? ആ സമയം ആഞ്ജനേയൻ ഒരു രൂപം സ്വീകരിച്ചു. അതാണ് പഞ്ചമുഖ ഹനുമാൻ. അതിൽ കിഴക്കുവശത്ത് ആഞ്ജനേയന്റെ തന്നെ മുഖവും തെക്കുവശത്ത് നരസിംഹമൂർത്തിയുടെ മുഖവും പിന്നീട് വരുന്നത് ഗരുഡന്റെ മുഖവും വടക്കുവശത്ത് ഗരുഡന്റെ മുഖവും പിന്നെ വരാഹമൂർത്തിയുടെ മുഖവും മുകളിലേക്ക് നോക്കിയിരുന്നത് ഹയഗ്രീവനുമായിരുന്നു. അങ്ങനെ ഈ പഞ്ചമുഖ ഹനുമാൻ പാതാളത്തിൽ എത്തുകയും ഈ അഹിരാവണന്റെ കോട്ടയ്ക്ക് ഒരു വലിയ ബലശാലിയായ ഒരു അസുരൻ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. തന്നെ അകത്തു പോവാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങയുടെ പുത്രനാണ് എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ പേര് മകരധ്വജൻ എന്നായിരുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോയ ഹനുമാൻ പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരിയാണ്, എനിക്ക് ഒരു മകൻ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ആലോചിച്ചു നോക്കൂ, അങ്ങയുടെ ദിവ്യശക്തിയിൽ ആലോചിച്ചു നോക്കൂ, ഞാൻ അങ്ങയുടെ മകൻ തന്നെയാണ്. അങ്ങനെ ഹനുമാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ, ഒരു ചെറിയ ധ്യാനത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ലങ്കാ ദഹനം കഴിഞ്ഞ് പാലിന്റെ ചൂട് ശമിപ്പിക്കാനായി അദ്ദേഹം ഒരു പുഴയിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിയർപ്പ് തുള്ളി ആ പുഴയിൽ ഉണ്ടായിരുന്ന ഒരു മുതല വിഴുങ്ങുകയും അങ്ങനെ ആ ഹനുമാന്റെ ആ വിയർപ്പിന് തന്നെ ഒരു ബീജത്തിന്റെ വീര്യം ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ആ മുതലയുടെ മകനാണ് ഈ മകരധ്വജൻ. മകരം എന്ന് പറഞ്ഞാൽ മുതലയെന്നും അർത്ഥമുണ്ടല്ലോ. അങ്ങനെ തന്റെ പുത്രനാണെന്ന് പോലും നോക്കാതെ സത്യം, ധർമ്മം, നീതി, തന്റെ പ്രതിജ്ഞയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് ആ യോദ്ധാവിനെ അദ്ദേഹം കീഴ്പ്പെടുത്തുകയും അനന്തരം അദ്ദേഹം പാതാള ലോകത്തിലേക്ക് തന്നെ കടക്കുകയും ചെയ്തു. അങ്ങനെ പാതാള ലോകത്തിലേക്ക് അദ്ദേഹം കടന്നപ്പോൾ വിഭീഷണൻ പറഞ്ഞതുപോലെ 5 ദിക്കിലും 5 ദീപങ്ങൾ എരിയുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ തിരുത്ത്,
അദ്ദേഹം വന്നത് ഹനുമാനായിട്ടായിരുന്നു. ആ 5 ദീപങ്ങളെ കണ്ട സമയത്താണ് അദ്ദേഹം പഞ്ചമുഖ ഹനുമാന്റെ രൂപം സ്വീകരിച്ചത്. ഇതിൽ ആ 5 മുഖങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ആഞ്ജനേയൻ, ഗരുഡൻ, നരസിംഹമൂർത്തി, വരാഹമൂർത്തി, ഹയഗ്രീവൻ. അങ്ങനെ ഈ പഞ്ചമുഖങ്ങൾ സ്വീകരിക്കുകയും ഒരേ നേരത്ത് 5 ദീപങ്ങൾ കെടുത്തുകയും അങ്ങനെ അഹിരാവണൻ തന്റെ മായാശക്തിയെല്ലാം നഷ്ടപ്പെടുകയും അനായാസം ആ ആഞ്ജനേയൻ ആ അഹിരാവണനെ വധിക്കുകയും രാമലക്ഷ്മണന്മാരെ പാതാളത്തിൽ നിന്ന് കൊണ്ടുവരികയും അനന്തരം വീണ്ടും രാമരാവണ യുദ്ധം തുടങ്ങുകയും അവസാനം ശ്രീരാമൻ രാവണനെ വധിക്കുകയും പിന്നീട് സീതമ്മയെ ആ തടവിൽ നിന്നും മോചിപ്പിച്ച് പിന്നീട് അവർ അയോധ്യയിലേക്ക് തന്നെ യാത്രയായി. ഇതിലെ ഈ 5 മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് ഹനുമാന്റെ മുഖം വരുന്നത് കിഴക്കു ദിശയിലാണ്. ഹനുമാന്റെ മുഖം എന്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഭക്തി, ശക്തി, ധൈര്യം, ബലം, സേവനം. ഇതൊക്കെയാണ് ആ മുഖം പ്രതിനിധീകരിക്കുന്നത്. പിന്നെ തെക്കോട്ടുള്ളത് നരസിംഹമൂർത്തിയുടെ മുഖമാണ്. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശ്യപുവിനെ വധിക്കുവാനുമായിട്ട് വന്ന മഹാവിഷ്ണുവിന്റെ ഒരു മഹാ അവതാരമാണ് നരസിംഹമൂർത്തി. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉഗ്രരൂപം എടുക്കുവാനും അദ്ദേഹത്തിന് അറിയാം. ഭയനാശനം, മനസ്സിനുള്ള ശക്തി, ഭയനാശനം, ഇതൊക്കെയാണ് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭയം നമുക്ക് പോകും. പിന്നീടുള്ളത് ഗരുഡനാണ്. ഗരുഡൻ നമ്മളെ നമ്മുടെ ഈ ലൗകികമായ ചില ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇത് വിജയിക്കുമോ, നമ്മൾ പരാജയപ്പെടുമോ, എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമോ എന്ന് പറഞ്ഞ് നമ്മളുടെ വിജയത്തെ മുടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ തന്നെയാണ്. അങ്ങനത്തെ ആ ഭയ ചിന്തകളിൽ നിന്നും, നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നമ്മളുടെ വിജയത്തിലോട്ട് നമ്മളെ എത്താതിരിക്കാൻ നോക്കുന്ന ആ ബന്ധനങ്ങളിൽ നിന്നുമൊക്കെയാണ് നമ്മളെ ഗരുഡൻ രക്ഷിക്കുന്നത്. ഭയത്തിന്റെയും ആത്മവിശ്വാസ കുറവ്, പ്രതിസന്ധികൾ നേരിടാനുള്ള ധൈര്യം നൽകുകയും അദ്ദേഹവും ഭയത്തെ നശിപ്പിക്കുകയും ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്യുന്നു. കാരണം ഗരുഡന്റെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം തന്റെ അമ്മയെ ചെറിയമ്മയുടെ ദാസ്യത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും തന്നെ മോചിപ്പിച്ചില്ലേ? അതിനായി അദ്ദേഹം അതിസാഹസികമായി ദേവലോകത്ത് ഇന്ദ്രൻ വളരെയധികം കരുതലോടെ വെച്ചിരുന്ന അമൃത കലശം കൊണ്ടുവരികയും ചെറിയമ്മയ്ക്ക് കൊടുക്കുകയും ആ ദാസ്യത്തിൽ നിന്നും തന്റെ അമ്മയെ മോചിപ്പിക്കുകയും അനന്തരം ഇതെല്ലാം കണ്ട മഹാവിഷ്ണു എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു തുള്ളി അമൃതം പോലും തനിക്ക് വേണ്ട, അങ്ങ് എന്നെ അനുഗ്രഹിക്കൂ, അമരത്വം നൽകി അങ്ങയുടെ വാഹനമാവാൻ എന്നെ അനുഗ്രഹിക്കൂ എന്നും ഗരുഡൻ പറഞ്ഞു. ഈ ഗരുഡന്റെ ഈ കഥ വാസുകി ടോക്സിൽ ഒരു ലോങ് വീഡിയോവായി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലോങ് വീഡിയോവിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗരുഡൻ ആരാണെന്ന്. പിന്നീട് വരുന്ന വരാഹമൂർത്തി ആ സാഗരത്തിൽ മുങ്ങിക്കിടന്ന ഭൂദേവിയെ രക്ഷിക്കുകയും ഹിരണ്യകശ്യപുവിന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വരാഹമൂർത്തി സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് എപ്പോഴൊക്കെ ജീവിതത്തിൽ താഴ്ച വരുന്നോ ആ താഴ്ചയിൽ വളരരുത്. അദ്ദേഹം തന്റെ തേറ്റ കൊണ്ട് എങ്ങനെ ഭൂമി ദേവിയെ വീണ്ടും ഉദ്ധരിച്ചെടുത്തുവോ അതുപോലെ ജീവിതത്തിന്റെ താഴ്ചയിലും പ്രതിസന്ധിയിലും തളരാതെ വീണ്ടും എഴുന്നേറ്റ് വന്ന് പോരാടി വിജയം നേരിടണമെന്നും അതിന് താൻ ഭക്തരെ അനുഗ്രഹിക്കും എന്നൊരു വലിയ സന്ദേശമാണ് വരാഹമൂർത്തി നൽകുന്നത്. അദ്ദേഹത്തിന്റെ മുഖം വടക്കു വശത്താണ് വരുന്നത്. അപ്പോ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് ഗരുഡൻ, വടക്ക് ഭാഗത്ത് വരാഹമൂർത്തി. ഒന്നുകൂടിയുണ്ട് ആകാശം, മുകളിലേക്കുള്ള ഭാഗം. അതിന്റെ മുഖം ഹയഗ്രീവരാണ്. ജ്ഞാനം അനന്തമാണല്ലോ. എത്ര പഠിച്ചാലും എന്തൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞാലും
മുഴുവൻ നമ്മൾക്ക് ബ്രഹ്മാണ്ടത്തിലെ അറിവുകൾ മുഴുവൻ നേടാൻ പറ്റില്ല. ആകാശം പോലെ അനന്തമാണ് ജ്ഞാനം, അറിവ്, വിദ്യ എന്ന് പറയുന്നത്. അറിവിന്റെ നാഥനായ ഹയഗ്രീവൻ സൂചിപ്പിക്കുന്നത് ആ മുകളിലേക്ക് നോക്കൂ, അറിവ് നേടൂ, നിന്റെ ഉള്ളിലുള്ള ചേതനയെ മുകളിലേക്ക് ഉയർത്തൂ എന്ന ഒരു സന്ദേശമാണ്. അങ്ങനെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അഹിരാവണനെ വധിക്കാനായിട്ടാണ് ആ ശ്രീ ആഞ്ജനേയൻ പഞ്ചമുഖ ഹനുമാനായത്. അദ്ദേഹത്തിന്റെ 5 മുഖങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹനുമാന്റെ മുഖം ഭക്തിയും സേവനവും ബലവും ആ, പ്രതിനിധീകരിക്കുന്നു. നരസിംഹമൂർത്തിയുടെ മുഖം സുരക്ഷിതത്വത്തെയും നമ്മുടെ മനസ്സിലെ ഭയത്തെയും നശിപ്പിക്കുമ്പോൾ, ഗരുഡൻ നമ്മളുടെ പ്രതിസന്ധികൾ എന്ന് വരുന്ന ബന്ധനത്തിൽ നിന്നും ആ പ്രതിസന്ധി കൊണ്ട് മനസ്സിലുണ്ടാകുന്ന അരക്ഷിതത്വത്തെയും മോചിപ്പിക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിലൊന്നും വീണു പോവാതെ വീണ്ടും വീണ്ടും ഉയർന്നു വന്ന് ജീവിത വിജയം കാണണം എന്ന ആ ഒരു സന്ദേശമാണ് വരാഹമൂർത്തി നൽകുന്നത്. നമ്മളുടെ ചൈതന്യത്തെ, ഉള്ളിലുള്ള ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിലുള്ള ചേതനയെ വാനോളം ഉയർത്തണമെന്നും ആകാശം പോലെ അനന്തമായ നമ്മളുടെ ചൈതന്യത്തെയും അറിവിനെയും ആകാശം പോലെ അനന്തമാക്കണമെന്നുമാണ് ഹയഗ്രീവർ നൽകുന്ന സന്ദേശം. ഇത് തന്നെയാണ് പഞ്ചമുഖ ഹനുമാന്റെ സന്ദേശവും. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ 5 മുഖത്തിന്റെ ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ഇന്നത്തെ ലൈവ് സ്ട്രീമിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ നാം എങ്ങനെയാണ് ആ ശ്രീരാമ ലക്ഷ്മണന്മാരെ ഹനുമാൻ കണ്ടുമുട്ടിയത് മുതൽ അവർ ഒരു ഘട്ടത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ രക്ഷകൻ പോലുമായി ബ്രഹ്മാണ്ടത്തിന്റെ നീതി, ധർമ്മം, സത്യം എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടു പോവാൻ ആ പരമാത്മാവിന്റെ തന്നെ രക്ഷകനായി മാറി ആഞ്ജനേയൻ. ഇതാണ് ഇന്നത്തെ സന്ദേശം. അതുകൊണ്ടാണ് ഋഷ്യമുഖ പർവ്വതത്തിൽ നിന്നും പഞ്ചമുഖ ഹനുമാൻ വരെ. ഇന്നത്തെ ലൈവ് സ്ട്രീമിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലെ വീണ്ടും ഒരു കഥ നാളെ വൈകുന്നേരം 7 മണി മുതൽ 8 മണി മുതൽ വരെ കേൾക്കാം. 2 ദേവകുമാരന്മാരുടെ കഥയാണ്. വളരെ വിചിത്രമായിരുന്നു അവരുടെ രൂപം. ആ 2 ദേവന്മാരും മനുഷ്യന്മാരുമായി വളരെയധികം അടുത്ത് ഇടപഴകുമത്രേ. ദേവന്മാരുമായും അവർ അടുത്ത് ഇടപഴകിയിരുന്നു. അതുമൂലം സ്വർഗത്തിലെ ചില ആനുകൂല്യങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടു. വളരെ വിചിത്രമായിരുന്നു അവരുടെ രൂപം. ആരായിരുന്നു അവരുടെ അച്ഛനും അമ്മയും? 27 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രത്തിന്റെ അധിപന്മാരും കൂടിയാണിവർ. അറിയാം ആ കഥകൾ നാളെ വൈകുന്നേരം 7 മുതൽ 8 വരെ വാസുകി ടോക്സിൽ ലൈവായി. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് നിങ്ങളുടെ വാസുകി. ടേക്ക് കെയർ ആൻഡ്